സ്നേഹപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. കടം വാങ്ങിയ പണം കൊണ്ട് വീട് പണിയാൻ വാങ്ങിയ 3 സെൻറ്റിൽ വീടിന് കല്ലിടുന്നതിന് മുമ്പ് ദൈവങ്ങളെ കുടിയിരുത്താനുള്ള ദൈവപ്പുര നല്ല മോടിയിൽ പണിയുന്നവരുടെ നാടാണ് നമ്മുടേത്. അതുകൊണ്ട് പള്ളി പണിയാൻ വാങ്ങിയ സ്ഥലത്ത് തുടക്കത്തിൽ തന്നെ കുർബാനയ്ക്കും കുമ്പസാരത്തിനുമുള്ള പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് പകരം അവിടെ ഒരു മലയാളി ചേരി നിവാസികളെ ചികിത്സിക്കാനുള്ള ഒരു ക്ലിനിക്കാണ് ആദ്യം തുടങ്ങിയത്. ഇത് കേട്ടാൽ ആരും ഒന്ന് അത്ഭുതപ്പെടും. എന്നാൽ മാവേലിക്കരക്കാരൻ പുത്തൻപുരയ്ക്കൽ മാത്യു ജോണിന് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ ദൈവശാസ്ത്രം പഠിക്കേണ്ടതുണ്ടായിരുന്നില്ല. യുദ്ധം കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും തീവ്രവാദ രാഷ്ട്രീയം കൊണ്ടും അഭയാർത്ഥി പ്രവാഹം കൊണ്ടും കലുഷിതമായിരുന്ന 1970കളിലെ കൊൽക്കത്തയിൽ ഡോക്ടർ ശത്രുജിത് ദാസ് ഗുപ്ത, ഡോക്ടർ R.B. ഡേവിസ്, ബ്രദർ ആൻഡ്രൂ എന്നിവർക്കൊപ്പം മദർ തെരേസയുടെ അനുഗ്രഹത്തോടെ ഒരു ചേരി പ്രദേശത്ത് മാർ തോമസ് ചർച്ച് സെൻ്ററിൽ ജനതാ മെഡിക്കൽ സർവീസ് ആരംഭിച്ച PM ജോണിനെയാണ് വേറിട്ട കാഴ്ചകളുടെ ഈ അധ്യായത്തിൽ നാം പരിചയപ്പെടുന്നത്. ഞാൻ ജനിച്ചത് നെരണം എന്നുള്ള വില്ലേജിലാണ്. അത് ആലപ്പി ഡിസ്ട്രിക്റ്റിലാണ്. സ്കൂളിങ്ങൊക്കെ നെരണത്ത് തന്നെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം ഒരു ഗുരുകുൽ ആശ്രമം അവിടെ പോയി പഠിച്ചു. ആൻഡ് ദാറ്റ് വാസ് ദ ബേസിസ് ഓഫ് ഓൾ മൈ ക്യാരക്ടർ ഫോർമേഷൻ ആൻഡ് ഓൾ ദി ആക്ടിവിറ്റീസ് ഇൻ മൈ ലൈഫ്. Because that school taught me that your life should be purposeful. So wherever you went, whatever you do anything, there's a purpose for it. So അതുണ്ടായിരുന്നത് കൊണ്ട് കോളേജ് വന്നപ്പോഴത്തേക്ക് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലങ്ങളാണ്. അന്ന് ലെഫ്റ്റ് റൈറ്റ് ഫോർമേഷൻസ് ഒന്നുമില്ല, ഒറ്റ സ്റ്റുഡൻസ് ഓർഗനൈസേഷനാണ്. So we all fought together for the freedom of the country. So in that case, I was studying in Changanasheri St. Berkman's College, and till 1947, the Freedom Day, we were fighting for the freedom of India. Because when India was freed, Travancore was Travancore. So we still were fighting against C.P. Ramaswamy. So it so happened that I was selected as the chairman of the Undivided Congress in 1947 at Changanasheri. So I was really guiding the freedom struggle along with Balan, C. Keswan's son, and N.D. Joseph, big leaders, Krishnapilla and all. But that finally ended one day with CP's going and our attending the freedom. So situations changed and we were all back in the desk, as we call it. So പക്ഷേ പരീക്ഷയുടെ സമയത്ത് വലിയൊരു പ്രയാസം വന്നു കോളേജിൽ. എല്ലാവരും ഈ പ്രാവശ്യം പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റണമെന്ന് പറഞ്ഞൊരു അത് കോളേജ് അതോറിറ്റീസ് സമ്മതിച്ചില്ല. അതിനെ തുടർന്നൊരു വലിയ നിരാഹാര സത്യാഗ്രഹം 6 ദിവസത്തെ കണ്ടിന്യൂ ചെയ്തു. And I was naturally, because being the leader, I had to sit for. So, and that was a time when I was directly got in touch with all the
important Congress people. ആലപ്പുഴ ജില്ലയിലെ നിരണത്തെ പുത്തൻപുരയ്ക്കൽ മാത്യുവിൻ്റെയും റേച്ചൽ മാത്യുവിൻ്റെയും മകൻ ജോൺ 1949 കൽക്കത്തയിലെത്തുമ്പോൾ കിഴക്കൻ ബംഗാളിൽ നിന്നുള്ള അഭയാർത്ഥികളായിരുന്നു തെരുവുകളിൽ നിറയെ. നാടും വീടും ബന്ധുക്കളും നഷ്ടപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകളുടെ പട്ടിണിയും ദാരിദ്ര്യവും രോഗങ്ങളും വെറുതെ നോക്കി നിൽക്കാൻ 13 വയസ്സിൽ തന്നെ കേരളത്തിലെ യുണൈറ്റഡ് സ്റ്റുഡൻസ് കോൺഗ്രസിൽ പ്രവർത്തിച്ചു പരിചയിച്ച ജോണിന് കഴിഞ്ഞില്ല. അഭയാർത്ഥികളെ സഹായിക്കാൻ ജോൺ യുവാക്കളുടെ ഒരു സേന തന്നെ രൂപീകരിച്ചു. പിന്നീട് 1952 അവർ ചേരി നിവാസികൾക്കായി ഒറ്റമുറിയിൽ ഒരു വൈദ്യസഹായ കേന്ദ്രവും തുടങ്ങി. റിപ്പോൺ സ്ട്രീറ്റിലെ ആ മെഡിക്കൽ സെൻ്റർ ഇപ്പോഴും അവിടെയുണ്ട്. Completed BSc from University of Calcutta. The question of continuing the studies came. So there was a background. Two freedom fighter younger sections. Bapuji was Bapuji, Nehru was Prince Royal, but our leader was Netaji Subhash Chandra Bose. The entire nation, particularly in Kerala, our leader was Netaji. But others, respecting all others, not like... So there was a desire that I should go and study in Netaji's college. The second was, my sister was here, a doctor in the Lake Medical College. She also wanted to take all my relatives, political leaders and everybody, my well-wishers, wanted me to go away from Kerala to get from the atmosphere and concentrate on studies. I came to Calcutta in November 1949. That means 2 years after independence. ഇവിടെ വന്നപ്പോൾ ബംഗാൾ പാർട്ടീഷൻ്റെയും നവക്കോലി കില്ലിങ്ങിൻ്റെയും ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് കമ്മ്യൂണൽ സ്ട്രഗിൾ ഉണ്ടായിരുന്ന സമയം. റെയിൽവേ സ്റ്റേഷൻസ്, refugee camps and all. So അവിടെ ഒരുപാട്, that was a challenge, first challenge. അപ്പോൾ I belong to the Marthoma Church, Calcutta. So we had a small congregation, collected all the youth, put our full force behind refugee work. അന്നത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആരായിരുന്നു? മിതാൻ റോയ് ആയിരുന്നു മന്ത്രി. അതിൻ്റെ ആ ഗ്രൂപ്പുമായിട്ട് അവരെന്തെങ്കിലും തുടങ്ങി അതിൻ്റെ പുറകെ 4 മുണ്ടുമായിട്ട് പോകും. അതായത് ഇൻവോൾവ്മെൻറ്റ് പാവങ്ങളുമായിട്ടുള്ള ആ കമ്മിറ്റ്മെൻറ്റിൽ നിന്ന് ഉദിക്കുന്ന രീതിയിൽ. സോ അവിടെ വന്നപ്പോഴത്തേക്ക് ഒരു വലിയ ചേഞ്ചുണ്ട്. അതുവരെ കോൺഗ്രസ് ആയിരുന്നു. രണ്ടാമത് നോൺ പൊളിറ്റിക്കലായി വന്നപ്പോൾ മനുഷ്യ ഉള്ള വീക്ഷണം വന്നു. അപ്പോഴത്തേക്ക് ആര് ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നത് അവരുടെ പുറകായ ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിളും അതാണല്ലോ. മദർ തെരേസയുടെ മിഷണറീസ് ഓഫ് ചാരിറ്റിയിലെ സഹോദരിമാർക്ക് അവർ തെരുവിൽ നിന്ന് പെറുക്കിയെടുക്കുന്ന രോഗികൾ അക്രമാസക്തരാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ടാണ് മനോരോഗികൾക്കായി ഒരു ആശ്രയ കേന്ദ്രം തുടങ്ങണമെന്ന് മദർ ജോണിനോട് ആവശ്യപ്പെട്ടതും ജോണും സുഹൃത്തുക്കളും അന്തരഗ്രാമം എന്നൊരു സൊസൈറ്റി ആരംഭിച്ചതും. 1971 മാർത്തോമ ചർച്ച് സെൻറ്ററിലെ ജനതാ മെഡിക്കൽ സർവീസിൽ തുടക്കമിട്ട മനോരോഗ വിഭാഗം ഇന്ന് 10 ഏക്കറിൽ പന്തലിച്ചു നിൽക്കുന്ന 200 ബെഡുകളുള്ള വലിയൊരു ശാസ്ത്രീയ ചികിത്സാലയമാണ്. ആജീവനാന്തം പരിചരണം ആവശ്യമുള്ളവർക്ക് സ്ഥിരതാമസത്തിനും ചികിത്സയിൽ ഇരിക്കെ തന്നെ തൊഴിലഭ്യസിക്കുന്നതിനും അന്തരഗ്രാം സൈക്കിയാട്രിക് ട്രീറ്റ്മെൻറ്റ്സ് ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻ്ററിൽ സൗകര്യമുണ്ട്. സാധാരണ ആശുപത്രികളിലെ നഴ്സുമാർക്ക് മനോരോഗികളെ ശുശ്രൂഷിക്കാൻ പരിശീലിപ്പിക്കുന്ന ഒരു പ്രധാന സ്ഥാപനം കൂടിയാണ് ഇത്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇറ്റ് വാസ് ദ കണ്ടിന്യൂവേഷൻ ഓഫ് ദ തിങ്സ് വീട്ടിൽ വെച്ച് പഠിപ്പിച്ചതും അതുപോലെ നല്ല സ്കൂളിലേക്ക് ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയത് ഒരു പ്രിൻസിപ്പിളുണ്ടായിരുന്നു. നമ്മൾ കിട്ടുന്നത് നമുക്കുള്ളതല്ല, മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്ത് പണം കൊണ്ടും സമയം കൊണ്ടും ആളത്വമായിട്ടുള്ള പ്രസൻസ് കൊണ്ടും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് തീരണമെന്നുള്ള
ഒരു കൺവിക്ഷൻ ഇവിടെ വരുമ്പോഴേ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഈ ജനതാ മെഡിക്കൽ ഹോൾ തുടങ്ങി, ബസ്റ്റി വർക്ക് തുടങ്ങി. അവിടെ വന്നിച്ച് ജനത ഒരു മുറിയായി, 2 മുറിയായി. 1 ഈസ് ഫോർ വേർഷിപ്പ്, 1 ഈസ് ഫോർ ഫെലോഷിപ്പ്, 1 ഫോർ സർവീസ്. ആൻഡ് ടോപ്പ് ഫ്ലോറിൽ അച്ഛന് താമസിക്കാൻ, അനദർ ഫ്ലോറിൽ ഡോക്ടർ താമസിക്കും. അതാരാ വന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്? മദർ തെരേസ. അപ്പം മദർ വന്ന് കണ്ടപ്പോൾ വലിയ കുട്ടറും പാവങ്ങൾക്ക് വേണ്ടിയുണ്ട്. ഷീ വാസ് ലൈക്ക് എ ടീനേജ് ഗേൾ. എൻ്റെ ഒരിക്കൽ വന്നേച്ച് പറഞ്ഞു, ജോൺ, I bring so many people from others. Some of them turn violent. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഞാൻ പറഞ്ഞു, യെസ് മദർ. ദാറ്റ് വാസ് ദ ബിഗിനിങ്. അന്തര ഒരു യുണീക്ക് സ്ഥാപനമാണ്. അതിൻ്റെ യുണീക്നെസ് എന്ന് പറയുന്ന ഒന്ന്, ഈ സ്ഥാപനത്തിൽ പണത്തെ പറ്റിയുള്ള ചിന്തയില്ലാതെ, പോക്കറ്റിൽ പണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരാൾക്ക് മാനസികമായിട്ടുള്ള എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അവർക്ക് അന്തരയെ ആശ്രയിക്കാം. പണമുള്ളവർ നമ്മൾ ഓരോ സർവീസിനും അതിൻ്റെ റേറ്റ്സ് ഉണ്ട്, അതനുസരിച്ച് പേ ചെയ്യും. അല്ലാത്തവർ ആപ്ലിക്കേഷൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് അവർക്ക് എത്ര അഫോർഡ് ചെയ്യാൻ പറ്റുമോ അതനുസരിച്ച്. ഒരു സിമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷനുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഇറ്റ്സ് എ സൊസൈറ്റി ഓഫ് സോഷ്യൽ വർക്കേഴ്സ്, സൈക്കാട്രിസ്റ്റ് ആൻഡ് സൈക്കാട്രിക് പേഷ്യൻസ് ഫോർ ട്രീറ്റ്മെൻറ്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ. പർട്ടിക്കുലർലി പാവങ്ങൾ, അവർക്ക് മരുന്നും, അവർക്ക് മുണ്ടും, അവർക്ക് താമസവും, അവർക്ക് ഭക്ഷണവും. സോ അവിടെ ഞങ്ങളുടെ സ്ട്രോങ് പോയിൻറ്റ്, അറ്റ് ദ സെയിം ടൈം വീക്ക് പോയിൻറ്റ്. പണമില്ലാതെ പറ്റത്തില്ല, അവർക്കും ഇവർക്കും ഒരുപോലെ. പക്ഷേ 25 പേർ, ഇപ്പോൾ 200 പേര് ഉള്ള ഒരു മെൻ്റൽ ഹോസ്പിറ്റലായിട്ട് ഉയർന്നിരിക്കുക. അവിടെ 50 പേര് ഫ്രീ ആയിട്ട്. ഈ ഓരോ മനുഷ്യരും വയലൻ്റ് ആകും, മെൻ്റലി അപ്സെറ്റ് ആകും. സോ 24 hours വാച്ച് ഇവർ വേണം. അതുകൊണ്ട് നമ്മളൊരു വാർഡിൽ പലയിടത്തായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓരോ വാർഡിലും 3 ഷിഫ്റ്റ് വീതം വേണം. ആ 3 ഷിഫ്റ്റിലും കുറഞ്ഞ 2 അറ്റൻഡറും ഒരു അറിയാവുന്ന ആളും ഏകദേശം ഒരു 3-4 പേരുള്ള സ്റ്റാഫ് ഉണ്ടായിരിക്കണം. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ നമ്പർ ഓഫ് സർവീസ് കെയർ ഗീവേഴ്സ്, അന്ന് കെയർ ഗീവ് ചെയ്യാനായിട്ട് ആരുമില്ല, ആർക്കും സൈക്കോളജി ട്രെയിൻഡ് അല്ല. ഇങ്ങനെയുള്ള ആളുകളെ കിട്ടാനായിട്ട് വലിയ വിഷമമാണ്. ഞങ്ങൾ ആദ്യം 10ാം ക്ലാസ് വരെയുള്ള പിള്ളേരെ വിളിച്ച് അവർക്ക് സ്റ്റൈപ്പൻഡ് കൊടുത്ത് 1 കൊല്ലം കൊടുത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്ത്, ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് ആയിപ്പോൾ അത് കൊടുത്ത് ആ രീതിയിലാക്കി സൈക്കാട്രിക് ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളെ എടുത്തു. കിലുകില് കാഞ്ചപ്പുകളെ കിളികളെ കിളികളെ ഉയരുണരൂ ഉയരുണരൂ കിളികളെ കിളികളെ. ഞാൻ ആ പാട് വറീഡായിട്ട് സംടൈംസ് ഐ ആം വെരി മച്ച് വറീഡ്. ദേഷ്യം വരുമ്പോൾ എല്ലാം വിളിച്ചു പറയും, ആരെന്നൊന്നുമില്ല, ചീത്ത പറയും. അത് നമുക്ക് തന്നെ ബോധത്തോടു കൂടിയാണ് പറയുന്നത്, ബോധത്തോടു കൂടിയാണ്. എല്ലാം വട്ടന്മാരല്ലയോ. ഞാൻ ചിലപ്പോൾ രാത്രി കുത്തിയിരുന്ന് കരയും. എൻ്റെ മക്കളെ മോളും സ്കൂട്ടി വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറയും. പപ്പ സ്കൂട്ടി വാങ്ങിച്ചു കൊടുത്തു. ഭയ്യാക്കോ മദ്ദല്ല ഞാൻ മേനെ ഇതും തും ദോ. നമുക്ക് ഉള്ളത് മെയിൻലി ഓക്യുപ്പേഷൻ തെറാപ്പി നമ്മുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ഓക്യുപ്പേഷൻ തെറാപ്പിയിൽ നമ്മൾ പേഷ്യൻസ് വാർഡിൽ നിന്ന് പുറത്ത് വന്ന് പല യൂണിറ്റിൽ ജോലി ചെയ്യുന്നുണ്ട്. നമുക്ക് നേഴ്സറി ഉണ്ട്, ഇൻഡോർ പ്ലാന്റ്സ്. നമ്മളിവിടുന്ന് പ്ലാന്റ്സ് ഉണ്ടാക്കി കൽക്കട്ടയിൽ പല ഓഫീസസിൽ സപ്ലൈ ചെയ്യും. പിന്നെ നമുക്ക് പേഷ്യൻസ് വർക്ക് ചെയ്യാൻ വേണ്ടി ടൈലറിങ്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, പേഷ്യൻസ് കാർഡ് ഉണ്ടാക്കിയിട്ട് ഗ്രീറ്റിംഗ് കാർഡ്സ് ഉണ്ടാക്കി അത് നമ്മൾ പുറത്ത് വിൽക്കും. വർക്ക് ചെയ്യുന്ന പേഷ്യൻസിന് നമ്മൾ അതിൻ്റെ ഒരു ഷെയർ കൊടുക്കുന്നുണ്ട്, ഇൻസെൻറ്റീവ് നമ്മൾ കൊടുക്കുന്നുണ്ട് എല്ലാ ദിവസവും.
ഒരു 25 വർഷം മുമ്പേ ഞങ്ങൾക്ക് ഇവിടെ കൂടുതലും കിട്ടിയ പേഷ്യൻസ് എല്ലാം കൈയും കാലും എല്ലാം ചങ്ങലയിട്ടൊക്കെ കെട്ടിക്കൊണ്ട് വരുന്ന പേഷ്യൻസ് ആയിരുന്നു കൂടുതലും വരുന്നത്. അതിലെല്ലാം അഡ്മിറ്റ് ചെയ്ത് 2-3 ദിവസം കഴിയുമ്പോഴത്തേനും അവർ വളരെ ഇമ്പ്രൂവ് ചെയ്യുമ്പോഴത്തേനും അവരെ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വിടുമായിരുന്നു. അങ്ങനെയായിരുന്നു അന്നത്തെ സിറ്റുവേഷൻ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ കുറേ കൂടെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ അവയർനെസ് ഓൾറെഡി വളരെ കൂടിയിട്ടുണ്ട്. സർവീസസ് അവൈലബിളാണ്, മനുഷ്യർക്ക് അറിയുന്നു. അങ്ങനെ വരുമ്പോഴത്തേനും ഈ അവയർനെസ് കൂടുമ്പോഴത്തേനും അവർക്ക് ഇപ്പം മനസ്സിലാകുന്നുണ്ട് ട്രീറ്റ്മെൻറ്റ് എടുത്ത പേഷ്യൻറ്റ് സുഖമാകാൻ സാധ്യതയുണ്ടെന്ന്. അതുകൊണ്ട് അത് വളരെ പോസിറ്റീവ് ഫാക്ടറാണ്. ഇപ്പോൾ ഒരു പേഷ്യൻറ്റിനെ അവരിവിടെ കൊണ്ടുവന്ന് കാണിക്കുന്നതിന് ലോങ് ടേം വേണമെന്ന് പറയുവാണെങ്കിൽ അതിൻ്റെ മുഴുവൻ ആദ്യം നമ്മൾ പേഷ്യൻറ്റിൻ്റെ ഒരു ഹിസ്റ്ററി എടുക്കും. അപ്പോൾ വീട്ടുകാരുമായിട്ട് നമുക്ക് എന്തുകൊണ്ടാണ് അവരെ നിങ്ങളിവിടെ ലോങ് ടേമായിട്ട് നിർത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരുടെ നമ്മളൊരു ഹോം വിസിറ്റ് നോക്കി കഴിഞ്ഞിട്ട് ഇത് നമ്മൾ മാനേജ്മെൻറ്റിലോട്ട് പ്ലേസ് ചെയ്യും. അപ്പോൾ നമുക്കത് അപ്രൂവ് ചെയ്യാൻ പറ്റുമോ. പിന്നെ അതുപോലെ ഫൈനാൻസ് ആണെങ്കിലും എത്രയും ഫൈനാൻസ് അവർക്ക് നമ്മുടെ ഇപ്പം ഇവിടുത്തെ ഒരു ചാർജ് ആണെങ്കിൽ ആ ചാർജ് അവർക്ക് തരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള സ്ഥിതി അറിഞ്ഞിട്ടാണ് ഞാൻ പ്രൊസീഡ് ചെയ്യുന്നത്. എന്നിട്ട് മാനേജ്മെൻറ്റുമായിട്ട് മീറ്റിംഗ് ഇരുന്നിട്ട് പ്രൊസീഡ് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ കൂടുതലുള്ള വിവരങ്ങൾ തിരഞ്ഞെടുത്തിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് വർക്കും നമ്മൾ ചെയ്യും. ഞങ്ങളുടെ ഒ പി ഡി ഒരു ടീമാണ്. ഇൻഡോർ വർക്കുള്ള അവരുടെ ഒരു ടീം, ഒ പി ഡിയിൽ ഒരു ടീം വർക്കാണ്. അവിടെ സൈക്കോളജിസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, പിന്നെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഒ പി ഡിയിൽ എൻ്റെ അണ്ടറിൽ 10-17 സ്റ്റാഫുണ്ട്. അവർ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ കുറച്ച് പേരുണ്ട്. പിന്നെ ക്യാഷ് കൗണ്ടറിൽ, റിസപ്ഷൻ, ഇവരാണ് ഞാൻ അവരെ ഓർഗനൈസ് ചെയ്യുകയാണ്. ജീവിതം പരോപയോഗപ്രദമായിരിക്കണമെന്ന് നിർബന്ധമുള്ള ഈ സാമൂഹിക പ്രവർത്തകൻ്റെ കർമ്മമണ്ഡലം ആതുര സേവനത്തിൽ ഒതുങ്ങുന്നില്ല. വെസ്റ്റ് ബംഗാൾ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, ആ കളിയുടെ ഇൻ്റർനാഷണൽ റഫറി, സ്റ്റേറ്റ് കോച്ചിംഗ് കമ്മിറ്റി ചെയർമാൻ മുതലായ സ്ഥാനങ്ങളെല്ലാം വഹിച്ചിട്ടുള്ള ജോൺ ആയിരുന്നു 1981 നേതാജി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഏഷ്യൻ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് നടക്കുമ്പോൾ മുഖ്യമന്ത്രി ജ്യോതി ബാസു ചെയർമാനായ ആ മത്സര കമ്മിറ്റിയുടെ ഡയറക്ടർ. ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ, ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ, മാർത്തോമ ചർച്ച് എന്നീ സഭകളുടെ വിശ്വാസ കൂട്ടായ്മയിലെ സ്ഥാപക അംഗം, മലയാളി സമാജങ്ങളിൽ സജീവ സാന്നിധ്യം. അങ്ങനെ നീളുന്നു ഒരിക്കലും സ്വാർത്ഥ താല്പര്യങ്ങളില്ലാത്ത ഈ പഴയ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പ്രവർത്തന പാതകൾ. 1956 ഞാൻ കല്യാണം കഴിക്കുന്നത്. ആ കല്യാണം കഴിക്കുന്നത് ഫ്രം എ ഫാമിലി, ഞങ്ങളുടെ ഫാമിലിയെ പോലെ മറ്റുള്ളവരെ സഹായിക്കാനും അവരുടെ ജീവിതത്തിൽ പുള്ളി ഉൾപ്പെടുന്നതായിട്ടുള്ളൊരു ഫാമിലി. സോ ആ ബാക്ക്ഗ്രൗണ്ട് ഹാസ് ഡെഫിനറ്റ്ലി ഹാഡ് ബീൻ ദ സപ്പോർട്ട് ഓഫ് മൈ ലൈഫ്. അന്നും ഞാൻ ഇതിൻ്റെ പുറകെയെല്ലാം നടക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ എങ്ങനെയും പുള്ളിയെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നാൽ പറ്റത്തില്ല. അതുകൊണ്ട് അതിൻ്റെ കൂടെ എല്ലാം കളിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ പകൽ ജോലി എടുക്കണം, ഇപ്പോൾ രാത്രി കളിക്കാൻ പോകാനൊക്കത്തുള്ളൂ. അപ്പോൾ അത് രാത്രി കളിക്കും കൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അതുകൊണ്ട് ഞാനും ഇറങ്ങി കളിക്കാൻ പോകും. ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ചെയ്തു, അത്രയേ ഉള്ളൂ. പറഞ്ഞാൽ കഴിവിനപ്പുറത്ത് ചെയ്യാൻ പറ്റത്തില്ല. ദൈവം തന്ന കഴിവിനനുസരിച്ച് ചെയ്യാവുന്ന